ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറേയധികം ഗ്ലോ എഫക്ട്സ് ഉണ്ട്. ആ ഒരു ഗ്ലോ എഫക്ട്സ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്യാപ്കട്ടിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ സിമ്പിളാണ് അത്തരത്തിലുള്ള ഒരു ഗ്ലോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. സോ പറയുകയാണെങ്കിൽ ഒറ്റൊരു എഫക്റ്റ് മാത്രമാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ബാക്കി കുറച്ച് കളർ കറക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഒറ്റ എഫക്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെ പല ടൈപ്പ് ഗ്ലോസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു VPN കണക്ട് ചെയ്യുക. VPN കണക്ട് ചെയ്ത ശേഷം CapCut ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സോ ഞാനിപ്പോൾ ഇവിടെ CapCut ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ദെൻ വീഡിയോസിൽ വന്ന ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏതൊരു വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഞാനിപ്പോൾ വന്നതാ ഈ ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. ദെൻ നമുക്കിനി എങ്ങനെ ഗ്ലോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് ഒറ്റൊരു എഫക്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ആ ഒരു എഫക്റ്റ് നമുക്ക് ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനോട് നമ്മൾ താഴെയായിട്ട് എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീഡിയോ എഫക്ട്സിലേക്ക് വരിക. സോ നിങ്ങൾ VPN കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഓപ്ഷൻ ആയിരിക്കും വരിക, അതായത് നോ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും വരിക. സോ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് VPN കണക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, VPN എനേബിൾ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ വീഡിയോ എഫക്ട്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ ലോഡായിട്ട് വരും. ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഫ്ലാഷ് വൈബ്രേഷൻ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റാണ്. സോ ഈ ഒരു എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് അധികം പേരും എന്ത് ചെയ്യുന്നത്, ഗ്ലോ എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതേപോലെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്ലാഷ് വൈബ്രേഷൻ എന്നുള്ള ഒരു എഫക്റ്റ് കാണാൻ സാധിക്കും. സോ ഈ ഒരു ഫ്ലാഷ് വൈബ്രേഷൻ എന്നുള്ള ഒരു എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഈ ഒരു രീതിക്കുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതുപോലെ ഇതേപോലെ ഒരു സ്പ്ലിറ്റൊക്കെ ആവുന്ന രീതിക്കുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഇത് നമ്മളെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ബട്ടണിൽ വരിക. ഇവിടെ താഴെയായിട്ട് സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് വന്ന് നമ്മൾ എന്ത് ചെയ്യുക, 0 ആക്കി കൊടുക്കുക. സോ നമുക്ക് ആ ഒരു ഫ്ലിക്കർ, അതായത് ആ ഒരു തുള്ളി കളിക്കുന്ന ആ ഒരു എഫക്റ്റ് എന്ത് ചെയ്യും, പോയിട്ടുണ്ടാവും. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ എഗെയിൻ അഡ്ജസ്റ്റിലേക്ക് വന്നിട്ട് ഇവിടെ അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അതൊന്ന് ഇതേപോലെ 100 ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ വീഡിയോയുടെ കളർ എന്താണോ അത് ഇതേപോലെ വന്നിട്ടാവും. സോ ആ ഒരു രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു ഗ്ലോ എഫക്റ്റാണ് ഇത്. കണ്ടില്ലേ, ഇതാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്ത ക്ലിപ്പ് എന്ന് പറയുന്നത്. സോ ആ ഒരു രണ്ട് സെറ്റിങ്സ് മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു രീതിക്കുള്ള ഒരു ഗ്ലോ എഫക്റ്റ് ആയിരിക്കും വരാം. സോ ഇതിപ്പോൾ ഞാൻ ഒരു വീഡിയോ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു രീതിക്കുള്ള ഒരു ഗ്ലോ എഫക്റ്റ്, ഇതാണ് നമ്മൾ ഒന്നാമത് കാണുന്ന ഗ്ലോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഇന്നും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ ഏറ്റവും ടോപ്പിലായിട്ട് കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഇതേപോലെ മാറ്റുമ്പോൾ നമുക്ക് ഇതേപോലെ ആ ഒരു ഗ്ലോയുടെ കളർ വന്ന് ഇതേപോലെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ വന്ന് നമുക്ക് റോസ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഇതേപോലെ മാറ്റുന്ന സമയത്ത് ഒരു യെല്ലോയിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഒരു ഗ്രീനിഷ് ആവും. ഇതിങ്ങനെ മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓരോ കളറായിട്ട് വരും. സോ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് 0 തന്നെ വെക്കുകയാണ്. ദെൻ നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷൻ കാണിച്ചു തരാം, അതായത് ഗ്ലോ എന്നുള്ളത്. നിങ്ങളെ ഗ്ലോക്ക് എത്ര ഇൻറ്റൻസിറ്റി വേണ്ടതെന്നുള്ളതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. കണ്ടില്ലേ, നല്ല രീതിക്കുള്ള ഇൻറ്റൻസിറ്റി വരും, നല്ല രീതിക്കുള്ള ഒരു ഗ്ലോ നമുക്ക് ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റേഞ്ചിലായിരിക്കും. നിങ്ങൾക്ക് എത്ര റേഞ്ചിലാണ് ഗ്ലോ വേണ്ടത് ആ ഒരു രീതിക്കാണ് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും വരുന്നത്. സോ ഇത് യൂസ് ചെയ്തിട്ടാണ് മെയിനായിട്ട് ഗ്ലോ എഫക്ട്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ഈ വയലറ്റ് ഗ്ലോ അതേപോലെ ഓറഞ്ച് ഗ്ലോ ഒക്കെ വരുന്നത്. സോ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മളിതിപ്പോൾ ജസ്റ്റ് ടിക്ക് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ബാക്ക് വരിക. ബാക്ക് വന്ന ശേഷം നമുക്കിവിടെ ഫിൽറ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഫിൽറ്ററിൻ്റെ ഓപ്ഷനിൽ വന്നാൽ ഇവിടെ കുറേ അധികം ഫിൽറ്റേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ് നമ്മളൊന്ന് എന്ത് ചെയ്യുക, ഫ്ലാഷ് വൈബ്രേഷൻ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ഒരു ബേസിക് ഗ്ലോ കൊണ്ടുവരാം. പിന്നെ നിങ്ങൾക്ക് കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ കുറേ അധികം ഫിൽറ്റേഴ്സ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ അധികം കളർ കറക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ വയലറ്റ് എങ്ങനെ ക്രിയേറ്റ് വെച്ചാൽ ഇവിടെ GTR ഉണ്ട്. GTR വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് GTR ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള കിഡിലെ ഒരു ഗ്ലോ എഫക്റ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഫസ്റ്റ് കണ്ട ആ ഒരു വീഡിയോയും ഇപ്പോൾ ഉള്ള വീഡിയോയും നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും. നല്ല രീതിയിലുള്ള ഒരു കിഡിലൻ ഒരു എഫക്റ്റാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിനി അടുത്തൊരു ഗ്രേഡിങ് എങ്ങനെ ചെയ്ത് നോക്കാം. അതിനോട് നമ്മൾ ഈ ഒരു ഫിൽറ്റർ ഡിലീറ്റ് ചെയ്യുക. സോ ആ ഒരു വയലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. നമ്മളിപ്പോൾ അധികം കാണുന്ന ബീച്ച് വീഡിയോസ് അങ്ങനത്തേലൊക്കെ ഒരു വയലറ്റ് ഗ്ലോ എഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. സോ അതിപ്പോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. സോ നമ്മൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, ഫിൽറ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ അധികം ഫിൽറ്റേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ കുറേ അധികം ഫിൽറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ CapCut പ്രോയിലാണെങ്കിൽ പ്രോ ഫിൽറ്റേഴ്സും ഉണ്ട്. സോ ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു VPN മസ്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കാൻ മാത്രമേ കിട്ടുള്ളൂ. സോ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നോ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സംഭവം. സോ നമുക്കിവിടെ കുറേ അധികം ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് അടുത്തൊരു ഫിൽറ്റർ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ഗ്രീൻ ലേക്ക് എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കുള്ള ഒരു കിഡിലൻ ഗ്ലോ എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ കുറേ അധികം ഗ്ലോ എഫക്ട്സ് നമുക്ക് ഇവിടെ ഓരോ ഫിൽറ്ററും ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലാഷ് വൈബ്രേഷൻ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ഇതിലുള്ള ഓരോ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യുക. സോ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീഡിയോക്ക് സ്യൂട്ടബിൾ ആകുന്ന ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഗ്രീനിലേക്ക് എന്നുള്ള ഒരു ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ കിട്ടിയൊരു ഔട്ട്പുട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെൻ അടുത്തത് ഇപ്പോൾ മൂഡി ഫോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് ആ ഒരു ക്ലിപ്പ് ഒറ്റയടിക്ക് മാറി. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ
ജസ്റ്റ് 1 ക്ലിക്കിലാണ് ആ ഒരു ഗ്ലോ എഫക്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജസ്റ്റ് 1 ക്ലിക്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കിട്ടില്ല ഗ്ലോ എഫക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. നമ്മൾ അടുത്തൊരു ഫിൽറ്ററിലേക്ക് പോവുകയാണെങ്കിൽ വേറൊരു ടൈപ്പ് ഗ്ലോ ആണ് വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതായത് നിങ്ങൾ ഫ്ലാഷ് വൈബ്രേഷൻ ആഡ് ചെയ്യുക, ദെൻ അതിൻ്റെ സെറ്റിങ്സ് ചെയ്യാൻ പറഞ്ഞ രീതിക്ക് സെറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഫിൽറ്റേഴ്സിൽ വന്നിട്ട് ഓരോ ഫിൽറ്റർ ഇതേപോലെ മാറ്റി യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കിട്ടില്ല ഗ്ലോ എഫക്ട്സ് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.